കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമാണ് കഥകളി. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനും അപ്പുറം കഥകളിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കഥകളി ആശാൻ പറയുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച കഥകളി റിപ്പോർട്ടർ ശിവദാസ് കന്മനത്തിനൊപ്പം ഒന്ന് കണ്ടാലോ. ആശാന, ഈ കലാശമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് ഇപ്പോൾ കലാശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് എന്താണ് ശരിക്കും കലാശം? കലാശം എന്ന് പറയുന്നത് പല്ലവി, ഒരു പദത്തിന് പല്ലവി, അനുപല്ലവി, ചരണം ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ലവി കഴിയുമ്പോൾ ഒരു കലാശം ഉണ്ടാവും, അനുപല്ലവി കളിച്ച് കഴിയുമ്പം ഒരു കലാശം, ചരണങ്ങൾക്കെല്ലാം ഇങ്ങനെ കലാശം. അതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. കഥകളിയുടെ ഒരു വ്യവസ്ഥ അങ്ങനെയാണ്. അത് നൃത്തഹസ്തം എന്ന കൈമുദ്രയിലൂടെയും ചുവടുകളിലൂടെയും, നമ്മുടെ നൃത്തം, കലാശം ഒരു നൃത്തമാണ്. അങ്ങനെ ചുവടുകളിലൂടെയും ഹസ്തമുദ്രകളിലൂടെയും അംഗവിക്ഷേപണങ്ങളിലൂടെയും ചെയ്യുന്ന ഒരു നൃത്തമാണ്. ശരിക്കും ഈ കഥകളി ഒരു കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമല്ലേ? അതെ. അത് എങ്ങനെ ഒരു തനത് കലാരൂപമായത്? കഥകളിയുടെ ഒരു പ്രത്യേകതകളൊക്കെ ശരിക്കും എന്താണ്? കഥകളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒന്ന് ശാസ്ത്രീയ കലയാണ്. ശാസ്ത്രീയ കല എന്ന് പറഞ്ഞാൽ തനി ശാസ്ത്രീയ കല, ഒട്ടും കലർപ്പില്ലാത്ത ഒരു ശാസ്ത്രീയ കല. മറ്റുള്ളവരെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അഭിനയം, നൃത്തം, വാദ്യം, സംഗീതം, ആഹാര്യം, വാദ്യം, ചിത്രകല. അപ്പോൾ ഇതൊരു ചിത്രകലയാണ്. ഞങ്ങളൊക്കെ ഇത് പഠിച്ച് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചറിൽ പുതിയ തലമുറയ്ക്ക് ഇതിലേക്ക് അധികം വരുന്നില്ല പറയുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പുതിയ തലമുറ ധാരാളം വരുന്നുണ്ട്, പഠിക്കാൻ ധാരാളം വരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും ഇതൊരു ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചല്ല വരുന്നത്. ഇതൊരു മാനസികമായ ഒരു ഉല്ലാസത്തിനും കലയോടുള്ളൊരു സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതമാർഗം എന്താണോ അത് അന്വേഷിച്ച് അവർ പോകും. അനൗൺസ്മെന്റ് കേട്ടു. അടുത്തതാണല്ലേ? ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. കഥകളി ഒരു സംഭവം തന്നെ. ഇനി അടുത്ത വേദിയിലേക്ക് പോകാം. സ്വപ്ന ലോകത്തെയും യാഥാർത്ഥ്യ ലോകത്തെയും ക്യാമറ പകർത്തിയ ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം.